ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് മൈ ഗേൾ ഫ്രണ്ട് ഈസ് എ മാൻ്റെ 11th എപ്പിസോഡാണ്. ഈ ഡ്രാമ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേയുള്ള എപ്പിസോഡിൽ കാണാനായി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഏത് ഡ്രാമ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രാമ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ കൊടുത്ത് ഏതെങ്കിലും ഡ്രാമ മതിയെന്നുണ്ടെങ്കിൽ അതിന് പോൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഇന്നും നാളെയായിട്ട് തന്നെ ചെയ്യണേ, എന്നാലേ നമുക്ക് നെക്സ്റ്റ് ഡേ പുതിയ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പിസോഡിന് തുടക്കത്തിന് കാണുന്നത് ഹീറോയിൻ എന്ന് പറയുന്നത് പയ്യനും പെൺകുച്ചിയും ഞാൻ തന്നെയാണെന്നുള്ളത് നമ്മുടെ ജൂനിയറിൻ്റെ അടുത്ത് സമ്മതിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവളാണെങ്കിൽ ചിരിച്ചിട്ട് പറയും ഹീറോയ്ക്ക് ഇത് അറിയാമോന്ന്. അപ്പം നമ്മുടെ ഹീറോയിനും പറയും അറിയാമെന്ന് പറയും. അപ്പം നിങ്ങൾ രണ്ടും കൂടി എന്നെ പറ്റിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഫിഷ് ബോൾ ഇഷ്ടമായതുകൊണ്ട് അവൾക്ക് വേണ്ടി കുറച്ച് ഫിഷ് ബോളും വാങ്ങിച്ചിട്ട് ഹീറോയിനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് നീ ചേച്ചിയായിട്ട് കഴിച്ചോന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ഹീറോയിൻ പറയും ചേച്ചി ഇവിടെ ഇല്ല, ഇന്ന് വരാൻ ലേറ്റ് ആവും, നീ അകത്ത് വരാൻ പറഞ്ഞ് ഹീറോയിനെ കൂടെ വിളിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ ആ ഫിഷ് ബോൾ കഴിക്കും. ആ സമയം നമ്മുടെ ഹീറോയിൻ പറയും ജൂനിയറിന് മനസ്സിലായി ഞാനാണ് പയ്യനെന്നും ഞാനാണ് പെൺകുട്ടിയെന്നും. അതങ്ങനെ അവൾക്ക് മനസ്സിലായെന്ന് ഹീറോ ചോദിക്കും. അറിയില്ല, അവൾ എന്നോട് ചോദിച്ചു എന്ന് പറയും. എന്നിട്ട് ഞാൻ എന്തിനാ ഇങ്ങനെ പറ്റിക്കുന്നത്, ദൈവമേ എനിക്ക് ഒരു അവസരം എന്താ, ഇനി എന്നെ പയ്യനായിട്ട് മാറ്റല്ലേ, ഞാൻ ഇനി ആരെയും പറ്റിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ പ്രേ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല ഉറക്കം വരും. അപ്പോൾ ഹീറോ ശരി നീ കിടന്നുറങ്ങാൻ ഞാൻ പോകാമെന്ന് പറയും. അപ്പോൾ ഹീറോയിൻ പറയും ഇല്ല വേണ്ട, നീ ഇവിടെ ഇരിക്കും, ഞാൻ നിന്റെ മടിയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ മടിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ ആണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യും, നീ ഉറങ്ങിയിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചേച്ചിയാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വരുന്നുണ്ടായിരിക്കും. ചേച്ചി വന്ന് അകത്ത് കയറുമ്പം ഒരു കാല് കാണും. ഓ ഇത് ഹീറോയുടെ കാലായിരിക്കും എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഇപ്പോൾ വന്നത് ശരിയായില്ല, തിരിച്ച് വർക്കിനെ പോകാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോഴാണ് നമ്മൾ കാണുന്നത് അത് നമ്മുടെ ഹീറോ അവിടെ ചാരി ഇരിപ്പുണ്ടായിരിക്കും. ആ കാലെന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ തന്നെ ആയിരിക്കും. ഹീറോ വീണ്ടും പയ്യനായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ സമയം ഉണരുന്നുണ്ട്. ഉണർന്ന് നോക്കുമ്പോൾ അയ്യോ ഇപ്പോഴല്ലേ ദൈവമേ അവൾ പ്രാർത്ഥിച്ചതുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് പയ്യനായിട്ട് മാറിയോ എന്ന് ചോദിക്കും. ഹീറോയിനാണെങ്കിലും മനസ്സിലാവും അത് ഞാൻ പയ്യനായിട്ട് മാറി എന്നുള്ളത്. ഹീറോയിനാണെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ജൂനിയർ ആണെങ്കിൽ ഡോക്ടറെയൊക്കെ പോയി കാണും, ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഒരു പെണ്ണിന് പയ്യനായിട്ട് മാറാമെന്ന് അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ ഡോക്ടർ ആണെങ്കിൽ നിങ്ങളുടെ വർക്ക് സ്ട്രെസ് മാറാൻ വേണ്ടി കുറച്ച് ദിവസം ലീവ് എടുക്കാനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്ക് ഈ ഡോക്ടർ ആവശ്യമൊന്നും പറഞ്ഞിട്ട് ജൂനിയർ അവിടെ എണീറ്റ് പോകുന്നുണ്ട്. ജൂനിയർ ആണെങ്കിൽ ഹീറോയെ കാണാൻ വരും. നീ നമ്മുടെ ഹീറോയിൻ കാരനാണല്ലേ ക്ലാസ്സിന് വരാത്തത്, നീ അതുകൊണ്ടാണല്ലേ അമേരിക്കയിൽ വരുന്നല്ലോ എന്ന് പറഞ്ഞെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ പറയും ഞാൻ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ഹീറോയിനാണ് എനിക്ക് വലുത്, അവളുടെ കൂടെ എനിക്ക് നിന്നേ പറ്റുള്ളൂ. പക്ഷെ നീ എന്ത് മണ്ടത്തരാ ചെയ്യുന്നത്, ഇതൊരു ഓപ്പർച്യൂണിറ്റി നിനക്ക് നഷ്ടമാവുന്നത്, എനിക്കിതാണ് നല്ലത്, ഞാൻ ആലോചിച്ചിട്ട് എനിക്കിത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഭയങ്കര ഡിപ്രഷനിലായിരിക്കും. അവളുടെ ചേച്ചിയാണെങ്കിലും വന്ന് നോക്കിയിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരിക്കും. അവളുടെ കൂടെ തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചേച്ചി പോകുന്നുണ്ട്. ഫ്രണ്ടാണെങ്കിലും ഹീറോയുടെ അടുത്ത് വന്നിട്ട് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ അവൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ പോകുമെന്ന് പറയും. നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഹീറോയിൻ്റെ കാലിനെ പിടിച്ച് വലിച്ചിട്ട് ബാ നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കും. അപ്പോൾ ഞാൻ ഒരിടത്തും വരുന്നില്ല എന്ന് പറയും. നമ്മുടെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്, എന്നെ ഹീറോയിൻ പോകുന്നുണ്ട്. അങ്ങനെ അവർ ഓടാനാണ് പോകുന്നത്. നിനക്ക് ശ്വാസം കിട്ടാതാവുന്നവരെ നീ ഓടാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഓടും. ആ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് ആലോചിക്കാൻ തുടങ്ങും. ഫസ്റ്റ് ടൈം പയ്യനായത്, അതിനുശേഷം ഹോസ്പിറ്റലിലുണ്ടായ ഇൻസിഡൻറ്റ്, പിന്നെ ഓരോരോ കാര്യങ്ങൾ. നമ്മുടെ ഹീറോ ആണെങ്കിൽ അയ്യോ ഇവൾ പയ്യനായിട്ട് മാറാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നത്. അമ്മയോട് കരഞ്ഞും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ടെന്ന് ഹീറോ പറഞ്ഞതൊക്കെ അവൾ ഓർക്കും. എന്നിട്ട് നമ്മുടെ ഹീറോയിനും ഫ്രണ്ടും കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നിനക്കത് ശരിയാണോ എന്നുള്ളത് നീ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി, പക്ഷെ എന്തോ പറയണമെന്ന് തോന്നിയെന്ന് പറയും. എന്നിട്ട് പറയും നീയും നിൻ്റെ ബോയ് ഫ്രണ്ടും തമ്മിൽ ഇപ്പം ഈ ഒരു സാഹചര്യങ്ങളിൽ ഇരിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നീ ഓരോ പ്രാവശ്യം പയ്യനിൽ നിന്ന് പെൺകുട്ടിയായിട്ട് സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും, അത് നിങ്ങളുടെ റിലേഷനെയും ബാധിക്കുന്നുണ്ടെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും ഞാനും അത് തന്നെ ആലോചിച്ചത്, എനിക്ക് അതിനൊരു തീരുമാനം എടുക്കണമെന്ന് പറയും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രൊഫസറിന് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു പേപ്പറിനെ ആ വേസ്റ്റ് ബാസ്കറ്റിൽ ഇട്ടിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ജൂനിയർ ആണെങ്കിൽ നീ എന്തായി ചെയ്യുന്നത്, നിന്റെ ജീവിതമാണ് നശിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്ത് സംസാരിക്കുമെങ്കിലും നമ്മുടെ ഹീറോ ആണെങ്കിൽ അതൊന്നും കേൾക്കാതെ പോകുന്നുണ്ട്. ഹീറോയുടെ പാരൻസ് നമ്മുടെ ഹീറോയിനെ വിളിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അനിയത്തിക്ക് ട്യൂഷൻ എടുക്കണം നിർത്തല്ലേ എന്ന് പറയും. കാരണം ഇപ്പോഴാണ് അവൾ മാർക്ക് വാങ്ങിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ സംസാരിക്കാം. അപ്പോൾ നമ്മുടെ ഹീറോയിനെങ്കിൽ പറ്റത്തില്ല, എനിക്ക് പോകണമെന്ന് പറയും. അപ്പോൾ പപ്പയും കൂടെ വന്നിട്ട് ഭയങ്കരമായിട്ട് കമ്പലയും. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പഠിപ്പിക്കാമെന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പഠിപ്പിക്കാൻ വേണ്ടി ഹീറോയിൻ്റെ അനിയൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ആ സമയം അമ്മയും പപ്പയാണ് ഇവൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് ഇത്ര മാർക്ക് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ഡോറിൻ്റെ അടുത്തേക്കും. ആ സമയം നമ്മുടെ അനിയത്തിയാണെങ്കിലും നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയോ, എന്തിനാണ് നീ പിണങ്ങിയതെന്ന് ചോദിക്കും. അപ്പം നീ പതുക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മയും പപ്പയും വെളിയിലുണ്ടെന്ന് പറയും. അപ്പോൾ ഇല്ല
അമേരിക്കയിൽ പോയാൽ നിനക്ക് എൻ്റെ ചേട്ടനെ കാണാമല്ലോ, അമേരിക്കയിൽ ഇതിനൊക്കെ ഒരു എതിർപ്പും ഇല്ല, ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം അവർ സന്തോഷത്തോടെ അവർ ജീവിക്കുന്നതെന്ന് പറയും. അപ്പം അതൊക്കെ പറ അമ്മ വെളിയിലുണ്ടെന്ന് പറയും. അപ്പോഴേക്കും വെളിയിലൊരു ശബ്ദം കേട്ട് രണ്ടുപേരും പോയി നോക്കുമ്പോൾ അമ്മയാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ കേട്ട് ഞെട്ടി അവിടെ കിടക്കുകയായിരിക്കും. ഹെൽത്ത് വൈസ് കുറച്ചധികം ഡൗൺ ആവുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് കിടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും വിഷമിച്ച്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ട്. അപ്പോൾ നീ എന്നെ ചതിക്കായിരുന്നല്ലേ, നിങ്ങൾ ഫുഡ് കഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഓരോന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോകും. അപ്പം ഞാൻ ഇവളെ കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോകണം. അമ്മ അപ്പോൾ വീണ്ടും കിടന്നുകൊണ്ട് ഭയങ്കര ടെൻഷനായിട്ട് കാണിക്കും. അപ്പം നമ്മുടെ ഹീറോയിനെ കൊണ്ടാകും വെളിയിലോട്ട് വരുമ്പോൾ നമ്മുടെ ഹീറോ പറയും, നീ ഒന്നും സാരാക്കണ്ട, നീ പോക്കോ, ഞാൻ ഡീൽ ചെയ്തോളാം. ഹീറോയിൻ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ജൂനിയർ ആണെങ്കിൽ ഹീറോയിനെ കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നിനക്ക് എങ്ങനെ ഇത്ര സെൽഫിഷായി ചിന്തിക്കാൻ പറ്റുന്നത്, നീ കാരണം അവൻ്റെ ഡ്രീമാണ് അവൻ കളഞ്ഞത്, അവൻ അതിന് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, എപ്പോൾ തീരുമാനിച്ചു, എന്നോട് അവൻ പറഞ്ഞത് പോകുന്നതാണല്ലോ എന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, നീ എന്തായാലും ഇത് ചെയ്തപ്പോൾ നിനക്ക് സന്തോഷമായല്ലോ, നീ കാരണം അവൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് എങ്ങനെ സാധിക്കുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ നിന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ, നിനക്ക് എങ്ങനെ എനിക്ക് വേണ്ടി നിന്റെ കരിയറും നിന്റെ ലൈഫും ഇമോഷൻസും എല്ലാം മാറ്റി വെക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ, എൻ്റെ കരിയറിൻ്റെ കാര്യം നീ അങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. ഇപ്പം അതല്ല ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് ഹീറോയും പറയുന്നുണ്ട്, നീ എങ്ങനെയൊക്കെ ചെയ്യുന്നത്, എനിക്ക് വേണ്ടി എന്തിനാണ് നീ ത്യാഗം ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോ പറയും, എനിക്ക് ത്യാഗമൊന്നുമല്ല, എനിക്ക് ഏത് സാഹചര്യമാണെങ്കിലും ഓക്കെയാണ്, എനിക്കതൊന്നും പ്രശ്നമല്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയും പറയും, എനിക്കിതിൽ പറ്റത്തില്ല, ഇങ്ങനെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് ഒരു അർത്ഥവും ഇല്ല, എനിക്ക് ബ്രേക്കപ്പ് വേണം, ഞാനിപ്പോൾ നിന്നോട് സന്തോഷമായിട്ടല്ല ഇരിക്കുന്നത്, നീ എന്തായാലും നിന്റെ കാര്യങ്ങൾ നോക്കിപ്പോക്കോ, എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം, എനിക്ക് ബ്രേക്കപ്പ് വേണം, ഇതാണ് നമ്മളുടെ അവസാനത്തെ സംസാരം എന്ന് പറഞ്ഞിട്ട് ഹീറോയിനോട് നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിലും എന്ത് പറ്റി ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന പോലെ കാണിക്കും. പിന്നെ ഒത്തിരി സങ്കടത്തിൽ കരയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചേച്ചി ആണെങ്കിലും നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകും, പുതിയ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, ഇല്ല ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാം കുറച്ച് ദിവസത്തേക്ക്, എനിക്ക് ഇവിടുന്ന് മാറിയിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ചേച്ചിയാണെങ്കിൽ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ എന്ത് ചെയ്താലും അത് ശരിയായിട്ടേ വരുള്ളൂ, നീ എന്തായാലും പോയിട്ട് വാ, ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചേച്ചിയാണെങ്കിലും അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ജൂനിയറിനെ കാണുന്നുണ്ട്. ജൂനിയറിനെ കാണുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനും നമ്മുടെ ഹീറോയിൻ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട്, ഇനി നീ അവളെ നോക്കിക്കോളാൻ പറയും. എന്നിട്ട് പറയും, ചേച്ചിക്ക് സ്പൈസി ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കറിൽ എഴുതിയിട്ട് അതും അവളുടെ കയ്യിൽ കൊടുത്തിട്ടായിരിക്കും പോവുക. പിന്നെ അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലിരിക്കായിരിക്കും. ആ സമയം നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അവൻ ഷോക്കായിട്ട് ചോദിക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ, അവൻ ഇനി തൊട്ട് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോണതെന്ന് പറയും. അപ്പം അത് ശരിയാവത്തില്ല, അവൻ എൻ്റെ കൂടെ വിടും, ഞാനും അവന് സ്റ്റേ ചെയ്ത്. ഇല്ല പറ്റത്തില്ല എന്ന് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടാണെങ്കിൽ നേരെ ഫ്രണ്ടിൽ കയറിയുന്നിട്ട്, ഇവൻ എൻ്റെ കൂടെ തന്നെ സ്റ്റേ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ജൂനിയർ ആണെങ്കിൽ ഹീറോയ്ക്ക് വേണ്ടിയിട്ട് പ്രൊഫസറിൻ്റെ അടുത്ത് സംസാരിച്ച് ആ യൂണിവേഴ്സിറ്റിയിലുള്ള അഡ്മിഷൻ വീണ്ടും അറേഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ പോകാൻ വേണ്ടി തയ്യാറാവുന്നുണ്ട്. ഹീറോയിനും ആ ഒരു പെൺകുട്ടിയായിട്ടായിരിക്കും പോകാൻ നിൽക്കുക. ഇവിടെ നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിലും, നമ്മുടെ ഹീറോയിൻ തിരിച്ചു വന്നല്ലേ അമേരിക്കയിൽ നിന്ന് പറഞ്ഞ് സംസാരിക്കും നമ്മുടെ ഹീറോയിനെ പറ്റി. അവളിപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, പിന്നെ പോരാത്തിന് എന്തോ നോവൽ എഴുതാൻ പോകുന്നുണ്ട് അങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോ എടുത്ത് പറയും. അപ്പോൾ ഹീറോയ്ക്ക് തോന്നും, ഞാൻ മാത്രമാണ് ഇതിൽ സങ്കടമായിട്ട് നടക്കുന്നത്, അവളെ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നതെന്ന് പറയും. എന്നിട്ട് ഹീറോയിനെ വിളിക്കാൻ വേണ്ടി അവൻ ഫോണിൽ ഡയൽ ചെയ്യുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോയിൻ പറഞ്ഞിട്ടാണ്, നീ എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, എനിക്ക് നിന്നുമായിട്ട് സംസാരിക്കുന്നത് പോലും ഭയങ്കര കഷ്ടമാണെന്ന് പറഞ്ഞത് ഓർമ്മ. അതുകൊണ്ട് തന്നെ അവൻ കോൾ ചെയ്യുന്നുണ്ടായിരിക്കത്തില്ല. അപ്പോഴും നമ്മുടെ ജൂനിയർ പെൺകുട്ടിയും കൂടെ കുടിക്കാൻ പോയിട്ടുണ്ടായിരിക്കും. ജൂനിയർ കുടിക്കാൻ പറയുമ്പോൾ നമ്മുടെ ഹീറോ കുടിക്കത്തില്ല. അവസാനം അവനാണെങ്കിൽ കൺട്രോളോട്ട് കുടിക്കുന്നുണ്ട്. കുടിച്ച് അവനൊരു കൺട്രോളേ കിട്ടുന്നില്ല. അങ്ങനെ അവർ പുറത്തിറങ്ങി പോകാൻ നേരത്തെ നമ്മുടെ ഹീറോ പറയും, വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടി പിടിച്ച് പോകുന്നുണ്ട്. നമ്മുടെ ജൂനിയറാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാന്ന് പറയും, പക്ഷെ അവൻ കേൾക്കത്തില്ല. മുഴുവൻ നേരം നമ്മുടെ ഹീറോയിൻ്റെ പേര് പറഞ്ഞ് കരഞ്ഞാണ് നമ്മുടെ ഹീറോ ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ജൂനിയർ തിരിച്ച് അവളുടെ വീട്ടിൽ വരുമ്പോൾ അതായിരിക്കുന്ന ഹീറോയിൻ്റെ വീടിൻ്റെ നടയ്ക്ക് നമ്മുടെ ഹീറോ. ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇവിടെ തന്നെ കാണുമെന്ന്, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്, അവളിവിടെ ഇല്ലാന്ന് പറയും. നമ്മുടെ ഹീറോ ആണെങ്കിൽ അപ്പോഴേ ഹീറോയിൻ്റെ പേര് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ജൂനിയർ എന്ത് ചെയ്യും, ഹീറോയിനെ അകത്ത് കൊണ്ടും എന്നിട്ട് സോഫയൊക്കെ എടുത്തിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് പൊതിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വന്നൊന്ന് ക്ലിയർ ചെയ്ത് നേരെ പൊതിച്ചു കൊടുക്കും. ആ സമയം നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ നോക്കിയിട്ട്, നിനക്ക് എങ്ങനെ പറ്റുന്നു, പയ്യനായിരുന്നിട്ടും പെൺകുട്ടിയായിരുന്നിട്ടും അവൾ ഒരുപോലെ സ്നേഹിക്കാന്ന് പറഞ്ഞിട്ട്, നീ എല്ലാം ഭയങ്കര ഡിഫറെൻ്റാന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് അവൾക്ക് ക്രഷുള്ളതുകൊണ്ട് തന്നെ ഒരു കിസ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയം നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ പേര് പറയും. ഉടനെ അവളാണെങ്കിൽ അവന് നെറ്റിയിലിട്ടൊരു കൊട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. ദിവസം രാവിലെ നമ്മുടെ ഹീറോ കണ്ണു തുറക്കുമ്പോൾ, അയ്യോ ദൈവം, ഇത് എന്താ ഇത്, ഞാൻ ഇതിനപ്പുറം ഒന്നും ചെയ്തിട്ടുണ്ടാവരുതേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹീറോ പതുക്കെ കളനെ പോലെ കഥ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ അതാ നമ്മുടെ ഹീറോയിൻ വെളിയിൽ നിൽക്കുന്നത്. എന്താ ഇതെന്നുള്ളത് അവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഹീറോയിൻ പറയും,
നീ എന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ തമ്മിലൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ ഒന്നും ഇല്ലാത്ത പോലെ ഡോർ തുറന്ന് അകത്തോട്ട് കയറും. നമ്മുടെ ഹീറോ ആണെങ്കിലും തിരിച്ച് ഡോർ തുറക്കാമെന്ന് പറഞ്ഞ് പോകുമ്പം നീ ആയിട്ട് ഇനി ഒരു ബന്ധത്തിന് എനിക്ക് താല്പര്യമില്ല എന്ന് നമ്മുടെ ഹീറോയിൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്ന് അവനാണെങ്കിൽ ഡോറ് തുറക്കാതെ അങ്ങ് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വരും. അവനാണെങ്കിൽ അവിടെ നിന്ന് കരയുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അകത്ത് നിന്ന് അവളുടെ ലോകം തന്നെ അവസാനിച്ച പോലെ നിന്ന് പൊട്ടി പൊട്ടി കരയുന്നത് കാണിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മുടെ ഫൈനൽ പാർട്ട് നാളെ നമുക്ക് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അടുത്ത ഏത് ഡ്രാമ ചെയ്യാന്നുള്ളതെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഡ്രാമയെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. നാളത്തെ എപ്പിസോഡ് കൂടെ ഡ്രാമ കഴിയുമ്പോൾ ഞാൻ ഈ ഡ്രാമ ശരിക്കും മിസ് ചെയ്യും. നിങ്ങൾക്ക് മിസ് ചെയ്യുമോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ബൈ.